ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെ അധികം ഇഷ്ടമുള്ള KFC സ്റ്റൈലിലുള്ള ചിക്കൻ ബ്രോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് വീട്ടിലും തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കൂട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് കളറിലുള്ള ഈ സബ്സ്ക്രൈബ് ബട്ടൺ കണ്ടില്ലേ, അതൊന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. ഇതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നത്. ബ്രോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബ്രോസ്റ്റിനൊക്കെ നമ്മൾ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കുകയാണ് വേണ്ടത്. ഇതിനെ ഞാനിപ്പോൾ ഒരല്പം വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാല പൗഡർ, അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് വേണമെങ്കിൽ അതും ഉപയോഗിക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസും എടുത്തിട്ട് ഇതിൽ നല്ല പോലെ ഒന്ന് കോട്ട് ചിക്കൻ പീസിൽ മസാല നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 2 മണിക്കൂർ മിനിമം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. കൂടുതൽ സമയം വെക്കണമെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരല്പം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ മൈദപ്പൊടി എടുക്കുക. ഇതിന് അത്ര പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ഒരല്പം ഉപ്പും അതുപോലെ ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. മൈദപ്പൊടി നിങ്ങൾ എടുക്കുന്ന ചിക്കനെ അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇത് നമ്മൾ ചിക്കൻ പീസ് നന്നായിട്ട് കോട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ മൈദപ്പൊടി എടുക്കുന്നത്. അത്രയും തന്നെ നമ്മൾ മൈദപ്പൊടി എടുക്കണം. കൂടുതൽ എടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 മുട്ട നമുക്ക് പൊട്ടിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഈ മുട്ടയെ അടിച്ച് പതപ്പിച്ചെടുക്കാം. നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് ഇതും കൂടെ ഇതിലേക്ക് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പാലും ഇതിലേക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് 2 മണിക്കൂറിന് ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഉണ്ടല്ലോ, അത് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദപ്പൊടി ഉണ്ടല്ലോ അതിൽ നല്ല പോലെ അങ്ങ് കോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ചിക്കൻ പീസിനെ നല്ല പോലെ മൈദപ്പൊടിയിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അങ്ങ് വേറൊരു ഡിഷിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ പീസും ഇതുപോലെ തന്നെ മൈദപ്പൊടിയിൽ നല്ല
ഇപ്പൊ എല്ലാ ചിക്കൻ പീസും ഞാൻ മൈദപ്പൊടിയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പൊ ഇത് അരമണിക്കൂർ കഴിഞ്ഞതാണ്. മൈദപ്പൊടിയൊക്കെ ചിക്കൻ പീസിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഈ ഓരോ പീസ് ചിക്കനും എടുത്തിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയും പാലും കൂടെയുള്ള ആ മിക്സ് ഉണ്ടല്ലോ, അതിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും ഇതിനെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ മൈദപ്പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ചിക്കനെ മൊത്തത്തിൽ ഈ പൊടി കൊണ്ട് അങ്ങ് കവർ ചെയ്തെടുക്കന്നെ വേണം. എന്നാൽ മാത്രമേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് ബ്രോസ്റ്റ് തയ്യാറായി കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു പീസ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ചിക്കൻ പീസും ചെയ്തെടുക്കാം. ആദ്യം ഈ മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അതിലൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് മൈദപ്പൊടിയിൽ അങ്ങ് നന്നായിട്ട് കോട്ട്. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലെയർ കോട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ വീണ്ടും അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഓരോ പീസും എടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിൽ അങ്ങ് നന്നായിട്ട് ഡിപ്പായി മുങ്ങിക്കിടക്കണം. എന്നിട്ട് അങ്ങനെ വേണം നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക. ഒരിക്കലും സ്പീഡ് കൂട്ടി വെച്ചിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുള്ള മൈദയുടെ കോട്ടിംഗ് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രൈ ആയി ക്രിസ്പി ആയിട്ട് വരും. പക്ഷെ അകത്തുള്ള ചിക്കൻ ആണെങ്കിൽ നല്ലപോലെ കുക്കായി വന്നിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മൾ എല്ലാ പീസിനെയും അങ്ങനെ ഇപ്പൊ നമ്മുടെ അവസാനത്തെ പീസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല അടിപൊളിയായി ക്രിസ്പി ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ ചിക്കൻ ബ്രോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കാര്യമായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ക്രിസ്പി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനായിട്ട് വീഡിയോക്ക് താഴെ വരുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്